എങ്ങനെയാ അച്ഛൻ തിരിച്ചെത്തിയ? അതൊരു വലിയ കഥയാ. അത് കുറച്ച് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. കുറച്ചു ദിവസം മുമ്പ് അബോധാവസ്ഥയില് ഇദ്ദേഹത്തെ എനിക്ക് കിട്ടി. ഹോസ്പിറ്റലിലാക്കിയെങ്കിലും അവിടുന്ന് പിന്നെ കാണാതായി. അമൃതയുടെ അറസ്റ്റിനെ കുറിച്ചുള്ള TV വാർത്തയില് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടപ്പോഴാ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് പിടികിട്ടിയത്. ആ സമയത്താണ് ഞാൻ അഭിമന്യുവിനെ യാദൃച്ഛികമായി കണ്ടുമുട്ടിയത്. റാണിമാരല്ലേ? അഭിമന്യു എന്താ ഇവിടെ? ചന്ദ്രസേനൻ അങ്കിളിനെ റാണിമയുടെ ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്? ഇവിടെ അടുത്തുള്ളൊരു സർക്കാർ ആശുപത്രിയിലാ അദ്ദേഹത്തെ കൊണ്ട് അഡ്മിറ്റ് ആക്കിയത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ അവിടെ നിന്ന് കാണാതായി. അങ്കിൾ അവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എവിടെയാന്ന് വെച്ചാൽ അന്വേഷിക്കുക. അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഉത്തരം കിട്ടാത്ത ഇത്തരം ചില കേസുകളില് അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും സാധ്യതയുള്ള ചിലതിലേക്ക് നമ്മളങ്ങ് കയറി ചെല്ലും. ഭാഗ്യത്തിന്റെ അകമ്പടി കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യം കാണും. അങ്കിളിനെ തേടിയുള്ള എന്റെ അന്വേഷണം എത്തിച്ചേർന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലാണ്. അവിടെ അന്നദാനം നടത്തുന്നിടത്ത് ജോലിയായിരുന്നു. പ്രശ്നങ്ങളെല്ലാം തീർന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് തന്നെ പോവാം. ഇനിയുള്ള കാലത്ത് അതാ സമാധാനം. താങ്കൾ എങ്ങനെയാണ് ആ ഫോറസ്റ്റ് ഏരിയയിൽ പോയത്? ഇതേ ചോദ്യം ഞാൻ അങ്കിളിനോട് നേരത്തെ ചോദിച്ചതാ. ഇപ്പോഴത്തെ പോലെ അങ്കിളിന് ഓർത്തെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. എൻ്റെ 3 മക്കളുടെ വിവാഹം ഉടൻ തീരുമാനമാകുമെന്ന് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാ മഹേന്ദ്രനും കലാവതിയും ചേർന്ന് വിവാഹം മുടക്കാൻ ഗൂഢാലോചന നടത്തുന്നത്. ആ കാര്യം ശ്യാമളെ കണ്ട് പറയാൻ വേണ്ടിയാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇദ്ദേഹത്തെ ആക്രമിച്ചവർ ശക്തമായ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാ ഗുരുതരമായ ഓർമ്മ പിശക് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ എങ്ങോട്ടും വിടില്ല. സാറേ
നന്ദകൃഷ്ണൻ വലിയ ബുദ്ധിമുട്ടായല്ലേ? അല്ല, അച്ഛനും കൃഷ്ണേട്ടനും തമ്മിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. ചന്ദ്രൻ സാറ് പറഞ്ഞിട്ടാണ് പഞ്ചരത്നത്തിലെ കാവൽക്കാരനായി ഞാൻ വരുന്നത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.